മനുഷ്യന് ആത്മീയ യാത്രയിൽ യാത്ര മുടക്കികളാകുന്നത് രണ്ട് ശത്രുക്കളാണ്. ഒന്ന് പിശാചാണ്, രണ്ട് സ്വന്തം തടീച്ചയാണ് അഥവാ ഹവൻ നഫ്സാണ്. ഹവൻ നഫ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് പിശാച് മനുഷ്യനിൽ കയറി പറ്റുന്നത്. ഈ രണ്ട് ശത്രുക്കളെയും തുരത്തി ഓടിക്കേണ്ട മാർഗങ്ങൾ പഠിക്കൽ ഫർള് ഐനാണ്, നിർബന്ധമാണ്. എന്താണ് ഇവരുടെ ചതിപ്രയോഗങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രധാനമായും നമ്മുടെ അമലുകൾ മുടക്കാനും ചെയ്യുന്ന അമലുകളിൽ പ്രശ്നങ്ങളുണ്ടാക്കാനുമാണ് ശ്രമിക്കാറുള്ളത്. ആ രണ്ട് ശ്രമങ്ങളെയും നമ്മൾ തിരിച്ചറിയണം. സുന്നത്ത് നിസ്കരിക്കണ്ട എന്നാണ് തോന്നിപ്പിക്കുക, അല്ലെങ്കിൽ നിസ്കരിക്കുമെന്ന് കണ്ടാൽ പിശാച് പിന്മാറില്ല. ആ നിസ്കരിക്കുന്നതിനെ പിന്നീടാക്കിയാൽ പോരെ എന്ന് തോന്നിപ്പിക്കും. അതും നടക്കുന്നില്ലെന്ന് കണ്ടാലാണ് എന്നാൽ പിന്നെ സ്പീഡാക്കിയാലോ എന്ന് തോന്നിപ്പിച്ച് ഷർത്തും ഫർളും ഒക്കാതെ ഫാത്തിഹ സ്വഹീഹാവാതെ 20 മിനിറ്റ് കൊണ്ട് തറാവീഹ് തീരുന്നത്. ഇനി അതൊന്നും നടക്കൂല എന്ന് കാണുമ്പോഴാണ് നാലാമതൊരു ചതിപ്രയോഗത്തിലേക്ക് അവർ ശ്രമിക്കുന്നത്. അതേതാ? ചെയ്യുന്ന അമൽ ആരോടെങ്കിലുമൊക്കെ പറയാനും ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന റിയാ എന്ന അസുഖം ഹൃദയത്തിൽ ഇട്ടു കൊടുക്കും. ഇതാണ് നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ നമ്മളിൽ നിന്ന് വേണ്ടത് കുറേ കർമ്മങ്ങൾ അല്ല, അതാരൊക്കെയോ നമ്മളെ തോന്നിപ്പിച്ച കാര്യമാണ്. കുറേ ചൊല്ലുക, കുറേ കാര്യങ്ങൾ ചെയ്യുക, അതല്ല അള്ളാഹ്ക്ക് വേണ്ടത്. അള്ളാഹ്ക്ക് വേണ്ടത് അയ്യക്കും അക്സറു അമല അല്ല, അയ്യക്കും അഹ്സനു അമല. ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല. ഇഹ്സാനുള്ള അമലാണ് അള്ളാഹുവിന് വേണ്ടത്. മുഹ്സിനായ ജീവിതമാണ് നമുക്കുണ്ടാവേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ ഇഹ്സാൻ ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ ഫഇന്നഹു യറാഖ്, നിന്നെ അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധം നിനക്കുണ്ടാവണം. ഏത് യാത്രയിലും ഏത് ഘട്ടത്തിലും അള്ളാഹു കാണുന്നുണ്ടെന്ന ചിന്ത നമുക്കുണ്ടാവണം. ഇവിടെ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും അത് അള്ളാഹുവിന് വേണ്ടിയാവണം. അതാണ് ഹദ്ദാദ് ഇമാം അതിനെ വ്യാഖ്യാനിക്കുന്നത് കാണാം. ഏത് കാര്യം ചെയ്യുമ്പോഴും ഒറ്റ താല്പര്യം. എന്താ താല്പര്യം? ഞാൻ നല്ല ആശയം പറഞ്ഞ ആളായി എന്ന് തോന്നണം എന്നല്ല, ഞാൻ ഭയങ്കര ദുആഇൻ്റെ ആളാണ്, ഇബാദത്തിൻ്റെ ആളാണ് എന്ന് തോന്നിപ്പിക്കലല്ല, മറിച്ച് അത്തഖറുബു ഇലല്ലാഹ്. ഒറ്റ താല്പര്യം നമുക്ക് ഉണ്ടാകാൻ പാടുള്ളൂ ഏത് കാര്യം ചെയ്യുമ്പോഴും. അത്തഖറുബു ഇലല്ലാഹ്. ഇതല്ലാത്തൊരു താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. എന്താണ് അത്തഖറുബു ഇലല്ലാഹ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിലേക്ക് അടുക്കണം. നിലവിൽ എൻ്റെ സ്റ്റാറ്റസ് എവിടെയാണെന്ന് എനിക്കറിയില്ല. എവിടെയാണെങ്കിലും കുറച്ചുകൂടി അള്ളാഹുവിലേക്ക് അടുക്കാനാണ് പള്ളിയിൽ വന്നത്, പോകുന്നത്, ഇരിക്കുന്നത്, കേൾക്കുന്നത് എല്ലാം. അള്ളാഹുവിൽ നിന്ന് അകലുന്ന കർമ്മങ്ങൾ ചെയ്യുന്നവരുമുണ്ട്, തെറ്റല്ല. കോലത്തിൽ സുഹൃതമാണ്, സൽക്കർമ്മമാണ്. പക്ഷേ അവർ വന്നതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് അകലുകയാണ്. കാരണം ചെയ്ത സ്വതക്ക, അല്ലെങ്കിൽ ചെയ്ത സാന്ത്വന പ്രവർത്തനം, സേവന പ്രവർത്തനം, അയാൾ വേറെന്തിനോ വേണ്ടിയാണ്, സെലിബ്രേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. അതല്ല, നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് സെലിബ്രേറ്റ് ആയാൽ മതി, വേറെ ആരെടുത്തും ആവണ്ട. അലിയു സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ 100 പാവങ്ങളുടെ ഭക്ഷണ കിറ്റാണ് നിന്നുപോയത്. ഇതുവരെ നടന്നുപോയത് എങ്ങനെയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ആ മഹാനായിരുന്നു രാത്രികാലത്ത് പാതിരാത്രി ഭക്ഷണ കിറ്റ് എത്തിച്ചത് എന്ന് മഹാൻ്റെ വഫാത്തിന് ശേഷമാണ് നാട്ടുകാരറിയണത്. ചാനലിലില്ല, റിപ്പോർട്ടിലില്ല, എഴുത്തിലില്ല, ഒരു വായനയിലും ഇല്ല. അവർ അള്ളാഹുവിൻ്റെ അടുത്ത് സെലിബ്രേറ്റ് ചെയ്യും. അതാണ് നമുക്ക് വേണ്ടത്. ചാരിറ്റി ഫോർ ചാരിറ്റിയുടെ കാലത്ത് നമ്മൾ നന്നായി പേടിക്കണം. ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്? മൻ അഅ്ത്വാലില്ലാഹി വ മനഅലില്ലാഹി. ഒരു സ്ഥലത്ത് നമ്മൾ സംഭാവന കൊടുക്കണില്ല, എന്തിന്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്. അതെങ്ങനെ? അത് തെറ്റായ വഴിയിൽ ചെലവഴിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞു, അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി കൊടുക്കണില്ല. വ അഅ്ത്വാലില്ലാഹി, കൊടുക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടി.
സംഭാവനക്ക് വന്നയാൾക്ക് പോലും ഞാൻ വലിയ ജവാദാണ്, ധർമ്മിഷ്ഠനാണ് എന്ന് തോന്നാനല്ല. അല്ലെങ്കിൽ നാളെ മറ്റന്നാൾ സ്ഥാപനത്തിൻ്റെ സമ്മേളനത്തിന് പോയി കാർ പാസ് കിട്ടാനല്ല. അല്ലെങ്കിൽ ഒരു കാർ പാസ് കിട്ടാനാണോ നമ്മളൊരു തക്കാഫുൽ ഏറ്റെടുക്കേണ്ടത്? അല്ലല്ലോ. ആണോ? VIP ലോഞ്ചിൽ ഫുഡ് കഴിച്ചുകൊണ്ട് എന്ത് കിട്ടാൻ? പ്രത്യേകിച്ചൊന്നും കിട്ടുമൊന്നും ചെയ്യില്ല. എല്ലാവർക്കും ഉള്ള ചപ്പാത്തിയും നെയ്ച്ചോറിൻ്റെ പുറമെ അണ്ടിപ്പരിപ്പ് കൂടുതലുണ്ടാവുന്നേ ഉള്ളൂ. അതിനാണോ ഇത്രയും വലിയ സംഭാവനയൊക്കെ കൊടുത്തത്? അയ്യേ നാണക്കേട്. ഇവിടുന്ന് തന്നെ പരലോകത്ത് പറയാനുമില്ല. ഹബാ അം മൻസൂറ, ചെയ്ത കർമ്മങ്ങളൊക്കെ പൊടിയായിപ്പോവും, ധൂളികളായിത്തീരും. നമ്മൾ അത്തഖറുബു ഇലല്ലാഹ്. അബ്ദുല്ലാഹി സിറാജ് തങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു കിതാബിനുണ്ട്, അത്തഖറുബു ഇലല്ലാഹ്. നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കണം. നമ്മുടെ കണ്ണ് എന്തിനാ അള്ളാഹ് തന്നത്? അള്ളാഹുവിലേക്ക് അടുക്കാനാണ്. ഹറാമ് കാണുമ്പോൾ അകലുകയാണ്. ചെവി തന്നത് നിലവിലുള്ള ഗ്രൈഡിൽ നിന്ന് ഒന്നുകൂടി നീ അള്ളാഹുവിലേക്ക് അടുക്കാനാണ്. ഹറാമ് കേട്ടാൽ നീ അകലുകയാണ്. ഓരോ കാര്യം, ളുഹറിന് എന്തിന് നമ്മൾ ജമാഅത്തിന് വന്നു? അള്ളാഹുവിലേക്ക് അടുക്കാൻ, വേറെ താല്പര്യത്തിലല്ല. ചില ഹദീസുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പ്രത്യേകം മെൻഷൻ ചെയ്യും. എന്ത്? അള്ളാഹ്ക്ക് വേണ്ടി ആരെങ്കിലും ചെയ്താൽ എല്ലാ കാര്യവും അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ ചെയ്യേണ്ടത്? അതെ. പിന്നെ അതിനെ ചില കാര്യങ്ങൾ മാത്രം അള്ളാഹ്ക്ക് വേണ്ടി ചെയ്താൽ എന്ന് പറയണത്, അതിൻ്റെ കാരണം സാഹചര്യം മുഴുവനും അത് ചെയ്യാനായിരിക്കും നിർബന്ധിക്കുക. ആംബിയൻസ് മുഴുവനും അത് ചെയ്തിട്ടില്ലെങ്കിൽ ബോറാണ് എന്ന് തോന്നിപ്പിക്കുന്ന ആംബിയൻസ് ആയിരിക്കും. ഉദാഹരണത്തിന്, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, ആരെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി തറാവീസ്കരിച്ചാൽ അത് ബാക്കി നിസ്കാരമൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലേ? ഷെസ്, അതൊക്കെ തന്നെ. തറാവീഹ് ഭാര്യ വീട്ടിൽ ഏതായാലും നിസ്കരിക്കാണ്ടിരുന്നാൽ മഹാബോറാണ്. വീട്ടിൽ നിന്നും ചോദിക്കും, സ്ട്രീറ്റിൽ നിന്ന് അത്യാവശ്യം നല്ല മനുഷ്യന്മാരൊക്കെ എന്താ ഈ ചങ്ങായി ഇങ്ങനെ ഈ റമദാനിൽ എന്നും ചിന്തിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പള്ളിയിൽ പോകാം എന്ന് ആരും വിചാരിക്കരുത്. അതാണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ സ്ഥലത്തെ അള്ളാഹ്ക്ക് വേണ്ടി എന്ന പ്രയോഗം തന്നെ കൊണ്ടുവരുള്ളൂ. മൻ സ്വാമ റമദാന, ആരെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി നോമ്പെടുത്താൽ ഈമാനൻ വഹ്തിസാബൻ. അതിന് അങ്ങനെ പറയണത്? റമദാനിൽ നോമ്പെടുത്തിട്ടില്ലെങ്കിൽ മഹാബോറ, നോമ്പെടുത്തിട്ടില്ലെങ്കിൽ മോശ. അതിനാരും നോമ്പെടുക്കണ്ട, അള്ളാഹ്ക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഭർത്താവ് മരിച്ചു, മക്കൾ വഴിയാതാരാകുമോ എന്ന് വിചാരിച്ചിട്ട് മറ്റു കല്യാണമൊന്നും വേണ്ടെന്ന് വിചാരിച്ചൊരു പെണ്ണ് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്, അതിന് അങ്ങനെ പറയണത്? ഏതായാലും 4 മക്കളായി, എന്നെയൊന്നും ഇനി ആരും കെട്ടാൻ സാധ്യതയില്ല, അങ്ങനെ വിചാരിച്ചിട്ട് കെട്ടാതിരുന്നാൽ നോ പറഞ്ഞാലല്ല. വഹ്തിസാബൻ, വഹ്തിസാബൻ. ആ പ്രയോഗം ശ്രദ്ധേയമായ പ്രയോഗമാണ്. നമ്മുടെ ജീവിതം മുഴുവനും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. അതായിത്തീർക്കാനാണ് ഈ പണി മുഴുവനും നമ്മൾ എടുക്കേണ്ടത്. ഹദ്ദാദ് ഇമാമിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം തസ്ബീത്തുൽ ഫുആദ് എന്ന കിതാബിൽ നമുക്ക് വായിക്കാൻ പറ്റും. എന്താ ചോദ്യം എന്നറിയാം? ഞാൻ ഇന്നൊരു ഏരിയയിൽ ഒരു പള്ളി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, ഉസ്താദിൻ്റെ അഭിപ്രായം എന്താണെന്ന്. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ എടുത്തോളി, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ എടുത്തോളി. ഓ, ഇഖ്ലാസൊക്കെ ഉണ്ട് ഉസ്താദെ. എന്നാൽ ഞാനൊരു ചോദ്യം, ചോദിച്ചോളി. ആ പള്ളിക്ക് നന്നായിട്ട് സംഭാവന ചെയ്തു, ലക്ഷങ്ങൾ പൊടിച്ചു, ഭയങ്കര സംഭാവന, ഫുൾ ഏറ്റെടുത്തു, ഗ്രൗണ്ട് ഫസ്റ്റ് തേർഡ് എല്ലാ ഫ്ലോറുകളും. അങ്ങനെ ഉദ്ഘാടനത്തിൻ്റെ തൊട്ട് മുമ്പ് ആരോ പറഞ്ഞു, ആ മെഹ്റാബിലെ 2000 രൂപൻ്റെ ആ വാൾ ഫാനില്ലേ, വാൾ, അത് ഞാൻ ഏറ്റെടുക്കും പ്ലീസ്, അതെങ്കിലും നമുക്ക് വിട്ടുതരണം, ഇത് ഫുള്ള് നിങ്ങൾ കൊടുത്തില്ല പ്ലീസ്. അങ്ങനെ 2000-ൻ്റെ ആ കേസ് നിങ്ങൾ അത് വിട്ടുകൊടുത്തു. ഉദ്ഘാടന ചടങ്ങ് നടക്കണം, പ്രൗഢമായ സദസ്സ്. സ്വാഗതത്തിലും അധ്യക്ഷ ഭാഷണത്തിലും ആമുഖ ഉദ്ഘാടന മുഖ്യ പ്രഭാഷണങ്ങളിലുമെല്ലാം ആ വാൾ ഫാൻ കൊടുത്ത ആളെക്കുറിച്ച് മുക്തകണ്ഠം പ്രശംസിക്കണത്. ഒരാൾ പോലും നിങ്ങളെക്കുറിച്ച് കാമാമുണ്ടണില്ല. സഹിക്കോ അത്? ഇല്ലല്ലോ. എങ്കിൽ പള്ളി ആദ്യം നമുക്ക് മനസ്സിലെടുക്കാം, കൽബിലെടുക്കാം. സിമൻ്റ് അവിടെ തേക്കാം, കോൺക്രീറ്റ് അവിടെ വാർക്കാം. പള്ളി കുറച്ച് എടുക്കാം കേട്ടോ. സെലിബ്രേറ്റ് ചെയ്യാവുന്ന കാലത്ത്, ചാനലുകളിൽ വരണമെന്ന് വിചാരിക്കുന്ന കാലത്ത്, ലൈവ് ഉണ്ടെങ്കിൽ നമുക്കെന്തോ മൂർച്ച കൂടുന്ന ഒരു കാലത്ത് നമ്മൾക്കിതൊക്കെ ഒരു ഓർമ്മയിലുണ്ടാവണം. നല്ലതാണ്. നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്? പുകഴ്ത്തലുകളാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ രോഗം തന്നെ. ഭയങ്കര പുകഴ്ത്തല, എല്ലാവരും തമ്മിൽ പുകഴ്ത്തല. വെസ്റ്റേൺ സൈക്കോളജിയാണ് ഏറ്റവും കൂടുതൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയ ടീച്ചർ ആ ടീച്ചർ അടക്കമുള്ള ടീച്ചർമാർക്ക് ഞാൻ ക്ലാസ് എടുത്തിരിക്കുന്നു എന്ന ധാർഷ്ട്യ വർത്തമാനത്തിന് ഇപ്പോൾ കമൻറ്റ് കൂടുതൽ തന്നെ. നമ്മൾ ചെയ്യേണ്ടത് അതൊന്നുമല്ല. നമ്മൾ
ഒന്നും അല്ല എന്ന ബോധ്യത്തിലേക്ക് വീണ്ടും വീണ്ടും തിരിച്ചു വരണം. ഇതിനു വേണ്ടിയാണ് അള്ളാഹു ഇടയ്ക്കിടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തെന്നറിയോ? ഹൽ അതാലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാൻ. ഡോ എന്താ കഴിഞ്ഞത്? പോസ്റ്റ് ഗ്രാജുവേഷൻ, അയ്യോ BDS കഴിഞ്ഞു, അതൊക്കെ ഓക്കെ. ലം യകുൻ ശൈഅൻ മദ്കൂറ, നീ പുറത്തു പറയാൻ പറ്റാത്ത ഒന്നും അല്ലാത്തൊരു കാലം നിനക്കുണ്ടായിരുന്നു, ബീജത്തുള്ളി. അത് നീ പുറത്തു പറയോ? ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ ഹൈസ്കൂളിലുണ്ടായിരുന്നു, പിന്നെ അതിനു മുമ്പ് പിന്നെ UP അവിടെയാണ് പഠിച്ചത്, പിന്നെ അതിനു മുമ്പ് LP, പിന്നെ ഞാൻ തുടക്കത്തിൽ ബീജത്തുള്ളിയായിരുന്നു. അത് ആരാണെങ്കിൽ പറയോ? ഇല്ലല്ലോ. അങ്ങനെ ഒരാളായിരുന്നു നീ മുമ്പ്. അതുകൊണ്ട് അധികം ഓവറാക്കണ്ട. ഇത് ഏത് സൂറത്തിലാണ് പറയണമെന്നറിയോ? സൂറത്തുൽ ഇൻസാൻ, മനുഷ്യർക്കൊപ്പം നിൽക്കണം എന്നുള്ള സൂറത്തിലാണ് പഠിപ്പിക്കുന്നത് തന്നെ. ഹൽ അതാ അലൽ ഇൻസാൻ, മോനെ നിനക്ക് ഓർമ്മ ഉണ്ടോ? ഒരു കാലം കടന്നു പോയിട്ടുണ്ട്, നീ ഒന്നുമല്ലാത്തൊരു കാലം, പുറത്തു പറയാൻ പറ്റാത്തൊരു കാലം കടന്നു പോയിട്ടുണ്ട്. നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ കാഷ്ടം, ശരീരത്തിനുള്ളിൽ മൂത്രം, രക്തം, കഫം, ചലം, ഇതൊക്കെയാണ്. ശരീരത്തിൽ നിന്ന് വരുന്ന ഒറ്റ വെള്ളം കൊണ്ട് ഒന്നു കൊടുക്കാൻ പറ്റൂല. ഇത്രയേ ഉള്ളൂ നമ്മൾ എന്ന് പറയണത്. ജനിക്കുന്നതിന് മുമ്പ് ബീജത്തുള്ളിയും, മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദുർഗന്ധമുള്ള ഡെഡ് ബോഡിയുടെ ഉടമയും, ജീവിക്കുന്ന കാലത്ത് ഇങ്ങനെ കുറേ നജസ്സുകൾ പേര് നടക്കുന്ന നമ്മൾക്ക് അഹങ്കരിക്കാൻ മാത്രം എന്തെങ്കിലും വേണ്ടേ? ഇങ്ങനെ അല്ലത് ഈ ജമാഅമാലം വഅദ്ദദ, അക്കൗണ്ട് ബാലൻസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാലും ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഈ പളപളപ്പും ഈ വർത്തമാനങ്ങളൊക്കെ എത്ര വരെ ഉണ്ടാവുള്ളൂ എന്നറിയാം. അൽ ഹാക്കു മുത്തക്കാസുർ, നിന്റെ തിരക്കഭിനയം ഒറ്റ ഡെഡ് ലൈൻ വരെയുള്ളൂ. അതേതാ ഡെഡ് ലൈൻ? ഹത്ത സുർത്തുമുൽ മഖാബിർ, ഖബറിലെത്തിയ പിന്നെ തിരക്കൊന്നും ഉണ്ടാവില്ല. വിളിച്ചാൽ കിട്ടുകയൊക്കെ ചെയ്യും, ബിസി കാണിക്കൂല. എന്താ സുന്നത്ത് നിസ്കരിക്കാത്തത്? സീസണാണ്. എന്താ മീറ്റിങ്ങിന് കണ്ടിട്ടില്ലല്ലോ? അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരു സുബ്ഹാനല്ലയോ ഒരു റക്അത്ത് വിത്ർ നിസ്കരിക്കാനോ ബക്കറ്റ് ഒരു 10 രൂപ ഇടാനോ കഴിയൂല. ഗെയിം ഈസ് ഓവർ, കളി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്വന്തം മേനി ഉഷാറാക്കുന്ന വർത്തമാനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് നമ്മൾ വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട ഒരു ദിവസമുണ്ട്, ഒരു ഡെഡ് ലൈൻ ഉണ്ട്, ഒരു ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. ആ ഡേക്ക് വേണ്ടി പണിയെടുക്കണം എന്നാണ് ഖുർആൻ ആകപ്പാടെ പറഞ്ഞിട്ട് ലാസ്റ്റത്തെ ആയത്തായിട്ട് അള്ളാഹ് ഇറക്കി വെച്ച ആയത്ത് അതാണ്. വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അതിനാണ് ഇഖ്ലാസുള്ള ജീവിതം എന്ന് പറയുന്നത്. അഖ്ലിസ് വദ അല്ലാ തുരീദ ബിത്വഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽകില്ല. നീ ഏത് കാര്യം ചെയ്യുമ്പോഴും നീ ഇഖ്ലാസുള്ള ആളായി മാറണം. ലാ തഖ്സിദൻ മഅഹു ഇലാ അർളിദ്ദുന കഥനാഇഹിം ഔ നഹ്വി ദാക തവസ്സുല. കമൻറ്റ് ബോക്സിൽ എന്താണ് എന്നെക്കുറിച്ച് എഴുതിയത് എന്നോ വ്യൂവേഴ്സ് എത്ര ഉണ്ടോ എന്ന് നോക്കിയിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. അതാണ് കാര്യമെന്ന് വിചാരിക്കുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ വീഡിയോക്ക് 2 മില്യൺ വ്യൂവേഴ്സ് വിതിൻ 2 മിനിറ്റ്സ് കൊണ്ട് കിട്ടിയോണ്ട് ഖബർ ശിക്ഷയിൽ നിന്ന് വല്ല ഇളവുണ്ടാവോ? അള്ളാഹ് പറയാ, നിൻ്റെ മൊത്തം വീഡിയോസ് ഞാൻ ചെക്ക് ചെയ്തു മോനെ, എമ്മാതിരി വ്യൂവേഴ്സാണ് എനിക്ക്, ഫാൻസ് എമ്മാതിരി, നിന്നെ തൊടാൻ തന്നെ എനിക്ക് പേടിയാന്നുള്ള അറിയോ? എന്താ കാര്യം? തെറിപ്പാട്ട് പാടിയ വീഡിയോസിന് മില്യൺസ് ഉണ്ടാവും വ്യൂവേഴ്സ്. വലിയ ആലിമീങ്ങളുടെ മുഷാവറ അങ്ങയുടെ ഫിഖ് ക്ലാസ്സിന് 87 ആളെ ഉണ്ടാവുള്ളൂ. ഫൽ ആലിമു ഇന്ദൽ അവാമി മൻ സഇദൽ മിമ്പർ, മുല്ലാലിൽ ഖാരി തങ്ങൾ പറഞ്ഞല്ലോ, സാധാരണക്കാർക്ക് ആലിമ് വലിയ ആൾ എന്ന് പറഞ്ഞ സ്റ്റേജുമൊക്കെ കയറിയ ആളാണ്, അത്രേ ഉള്ളൂ. വ്യൂവേഴ്സിൻ്റെ കൺസേൺ അല്ല നമുക്ക് ഉണ്ടാവേണ്ടത്, അതൊന്നും വലിയ കാര്യമല്ല. കഥനാഇഹിം ഔ നഹ്വി ദാക തവസ്സുല, നീ ഒരു ഒട്ടകത്തിൻ്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കണ പോലെ നിസ്കരിച്ചാൽ മതി. ഒട്ടകം നിന്നെ കാണുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നീ സൂറത്ത് വലുതാക്കുമോ? ദുആ നീട്ടോ? ഇല്ലല്ലോ. അതേപോലെ എല്ലാവരെയും അങ്ങനെ വിചാരിച്ചിട്ട് നിസ്കരിച്ചാളി എന്ന് പറഞ്ഞാൽ, മലയാളം ഉദാഹരണത്തിലേക്ക് വരുമ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതി സൂറത്ത് ഓതാതെ റുക്കോയ്ക്ക് പോയി. രണ്ടാമത്തെ റക്അത്തിൽ ആരോ വേക്കിന്ന് തോണ്ടിയപ്പോൾ അലം തറ കൈഫ പാസ്സായി. അതെന്തിനാ അലം തറ കൈഫ പാസ്സാക്കിയത്? വേക്കിലെ ആളുള്ളതുകൊണ്ട്. എന്നിട്ട് ഒന്നാമത്തേലോ അതായത് വേക്കിലെ ആളില്ലാത്തതുകൊണ്ട്. അപ്പോൾ നീയല്ലേ ഫസ്റ്റ് പറഞ്ഞ ലില്ലാഹി, മുമ്പിലുള്ള അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കുന്നത്. പച്ച കളവറിയരുത് കേട്ടോ, സത്യം പറഞ്ഞിട്ടില്ലെങ്കിലും കളവറിയരുത്. അങ്ങനെ മഅ്മൂം ഉണ്ടെങ്കിൽ സൂറത്ത് സുന്നത്ത്, മഅ്മൂം ഉണ്ടെങ്കിൽ ജമാഅത്ത് തുടങ്ങാം അല്ലേ, ബാങ്ക് കൊടുക്കുക. അങ്ങനെ ഒരു ബാങ്ക് സുന്നത്ത്, അങ്ങനൊരു സുന്നത്തില്ല. ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ ലോകത്തേക്കാണ് നമ്മൾ വരേണ്ടത്.
നമ്മളെ ഇബാദത്ത് മുടക്കാൻ ശ്രമിക്കുന്ന ഇബ്ലീസ് ഒരു ഘട്ടത്തിൽ ഇയാളെ പിടിച്ചാൽ കിട്ടൂല എന്ന് കണ്ടാൽ ചെയ്യുന്ന ഇബാദത്തുകളെ മുടക്കും. അത് നടക്കൂല എന്ന് കണ്ടാലാണ് ആ ഇബാദത്തിനെ എങ്ങനെയെങ്കിലും റിയാവ് കൊണ്ട് നശിപ്പിക്കാൻ നോക്കുക. ഒരു മഹാൻ എപ്പോഴും ഒന്നാം സഫില, 40 കൊല്ലം ഒന്നാം സഫിൽ എന്ന് പറഞ്ഞാൽ ഒന്നാം സഫിൽ. ഒരു ഘട്ടത്തിൽ എന്തോ കാരണം കൊണ്ട് അല്പം ഡിലേ ആയി. ജമാഅത്ത് മിസ്സായി എന്നോ തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെട്ടു എന്നോ അല്ല പറയുന്നതിൻ്റെ അർത്ഥം. ജമാഅത്ത് മിസ്സായിട്ടൊന്നുമില്ല, തക്ബീറത്തുൽ ഇഹ്റാമും മിസ്സായിട്ടില്ല, രണ്ടാം സഫിലായിപ്പോയി. അപ്പോൾ ഭയങ്കര ഒരു ഖജൽ, നാണക്കേട്, ഒരു ടെൻഷൻ, ഒരു ഇറിറ്റേഷൻ. നിസ്കാരം കഴിഞ്ഞിട്ട് മഹാനോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ശരിക്ക് ആ ചോദ്യങ്ങൾ നിലച്ചു പോയതാണ് നമുക്കിപ്പം വലിയ ആവണമെന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ വലിയ ആളായിട്ടുണ്ട് എന്നൊരു തോന്നലൊക്കെ നമുക്ക് വരാൻ കാരണം. സെൽഫി ഹൃദയത്തിലേക്ക് എടുക്കുന്ന ആൾക്കാർ കുറഞ്ഞുപോയി. സെൽഫി ശരിക്കും ഹൃദയത്തിലേക്ക് എടുക്കേണ്ടത്. ഇടയ്ക്കിടെ ഹൃദയത്തിലേക്ക് സെൽഫി ക്ലിക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്താണ്, ഞാൻ എന്തിനാണ്, ഇതെന്തിനാ കൊടുത്തത്, ഈ ഒരു ചിന്ത. ഈ മഹാൻ സെൽഫി എടുത്തു ഹൃദയത്തിലേക്ക്. എന്തുവാടോ നിനക്കൊരു നാണക്കേട്, എന്താടോ നിനക്കൊരു ഇറിറ്റേഷൻ? രണ്ടാം സഫിലെത്തിയപ്പോൾ ഒരു നാണക്കേട്. ആൾക്കാർ ഞാൻ രണ്ടാം സഫിലെത്തിപ്പോയി, അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ എന്നെക്കുറിച്ച് ഒരു സുഖക്കുറവ് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണോ നിനക്ക് നാണക്കേട്? അപ്പോൾ ഇത്ര കൊല്ലം 40 കൊല്ലം നിസ്കരിച്ച ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടാണോ? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, 40 കൊല്ലത്തെ നിസ്കാരം മാറ്റി നിസ്കരിച്ചു. 40 കൊല്ലത്തെ നിസ്കാരം മാറ്റി നിസ്കരിച്ചു. അള്ളാഹുവിലേക്ക് പോകുന്നതിനും എന്നെ എല്ലാം ക്ലിയർ ആക്കണം എന്നുള്ള നിർബന്ധം. അതിന് ക്ലിയർ അല്ലാത്ത പിക്ചർ ഉണ്ടായിട്ടൊന്നുമല്ല, ക്ലിയർ അല്ലേന്ന് ഓർക്കൊരു ആശങ്ക, അത്രയേ ഉള്ളൂ. 40 കൊല്ലത്തെ നിസ്കാരം മാറ്റി നിസ്കരിച്ചു. ബഹ്ജത്തുൻ നുഫൂസി വല്ലഹദാക്ക് ഫീമ തമയ്യസ ബിഹിൽ ഖൗമു മിനൽ ആദാബി വൽ അഖ്ലാഖ് എന്ന ഗ്രന്ഥത്തിൽ ഷെഹ്റാൻ ഇമാം എഴുതി വെച്ച ചരിത്രം. ഇവരുടെ മുന്നിലേക്ക് നമ്മൾ എങ്ങനെ പോകും? സംഭാവനയുടെ ലിസ്റ്റിൽ നമ്മുടെ പേര് വായിച്ചിട്ടില്ലെങ്കിൽ അസ്വസ്ഥത നമുക്ക് തോന്നുന്നുണ്ടോ? തീർന്നു, നമ്മുടെ കഥ തീർന്നു. അള്ളാഹ്ക്ക് നമ്മളിൽ നിന്ന് വേണ്ടത് ചെയ്യുന്ന ഇബാദത്ത് എനിക്ക് മാത്രം, വേറൊന്നും വേണ്ട. എല്ലാവരും കുറേ ഇബാദത്ത് ചെയ്യണമെന്ന് അള്ളാഹ്ക്ക് കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അള്ളാഹ് എങ്ങനെ 87-ാം വയസ്സിൽ ചിലരുടെ ആയുസ് പിടിച്ചിട്ട് അസ്രായിലിനെ 17-ാം വയസ്സിലും ചിലരുടെ ആയുസ് കുറച്ച് മരിപ്പിക്കാൻ വേണ്ടി പറയണത്? അള്ളാഹ്ക്ക് നിർബന്ധം എല്ലാവരുടെയും ഇബാദത്ത് കുറേ ഉണ്ടാവണം എന്നാണെങ്കിൽ അസ്രായിലിന് എന്തിനാ 87-ാം വയസ്സിൽ മനുഷ്യന്മാരുടെ റൂഹ് പിടിക്കാനും 17-ാം വയസ്സിൽ റൂഹ് പിടിക്കാനും അയക്കണത്? അള്ളാഹ്ക്ക് വേണ്ടത് കുറേ ഇബാദത്ത് അല്ല, അയ്യക്കും അക്സറു അമലല്ല, അയ്യക്കും അഹ്സനു അമല. ജീവിക്കുന്ന കാലം എത്ര എന്നല്ല, ജീവിക്കുന്ന കാലം എത്രയായാലും അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. സമരത്തിൽ സജീവ സാന്നിധ്യത്തോടെ പങ്കെടുത്ത് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരാളെ പടക്കളത്തിൻ്റെ പുറത്തുനിന്ന് സ്വഹാബത്ത് മുക്തകണ്ഠം പ്രശംസിച്ചു. എന്തൊരു പോരാട്ടം, എന്തൊരു സജീവത! നബി തങ്ങൾ പറഞ്ഞു, ഓവറാക്കണ്ട. ഹുവ ഫിന്നാർ, മൂപ്പര് നരകത്തിലാണ്. നരകത്തിലോ മൂപ്പരോ? യെസ്, ഹി വിൽ, ഒരു നരകത്തിലാണ്. നിരീക്ഷണത്തിൻ്റെ കണ്ണിൻ്റെ ശക്തിയും മുഅ്ജിസത്തിൻ്റെ പവറുള്ള നുബുവത്തിൻ്റെ കണ്ണുകൊണ്ട് ആണല്ലോ നോക്കിയിട്ട് പറഞ്ഞത്. അപ്പോൾ സ്വഹാബത്ത് നിരീക്ഷിക്കാൻ തുടങ്ങി. സജീവമായി പോരാടിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് യുദ്ധത്തിനിടയിൽ ചെറിയൊരു മുറിവ് പറ്റി. ആ മുറിവ് അദ്ദേഹത്തിന് അസഹനീയമായിരുന്നു. അദ്ദേഹം തന്നെ വാള് കുത്തനെ വെച്ചിട്ട് അതിലേക്ക് ജമ്പ് ചെയ്ത് സൂയിസൈഡ്, ആത്മഹത്യ ചെയ്തു. എന്ന് പറഞ്ഞാൽ പുകഴ്ത്തൽ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഏതോ ഒരു സദസ്സിൽ ആരുടെയോ ഇകഴ്ത്തൽ കൊണ്ട് അയാൾ തന്നെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു എന്നർത്ഥം. ഞാൻ ഇനിയില്ല, ജനറൽ ബോഡിക്ക് ഞാൻ വരില്ല എന്നോ. ഹൈഡ്രജൻ ബലൂണുകളാക്കുന്ന ഒരു പ്രശ്നം നമുക്കുണ്ട്. മനുഷ്യരെ പുകഴ്ത്തിയിട്ട് ഇങ്ങനെ കൊല ചെയ്യുക. പുകഴ്ത്തുന്നവരുടെ മുഖത്തേക്ക് നിങ്ങൾ മണ്ണുവാരി എറിയൂ എന്ന് നുബുവത്തിൻ്റെ നാവുകൊണ്ട് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പുകഴ്ത്തുകലകളാണ് മനുഷ്യനെ പലപ്പോഴും കേടുവരുത്തുന്നത്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ പല്ലേക്കാതെ കണ്ണാടി നോക്കിയിട്ട് അയാമൊക്കെ എന്ന് പറഞ്ഞാൽ തീർന്നു എന്ന് വിചാരിക്കണ പുതിയ കാലത്തെ സൈക്കോളജി കാലം. രാവിലെ തന്നെ പല്ലേക്കാതെ അയാമൊക്കെ തലക്ക് നമുക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് എപ്പോഴും നോക്കണം. അധ്വാനത്തിൻ്റെ ലോകത്തേക്ക് നമ്മൾ വരണം. ഞാൻ ഒന്നുമല്ല എന്ന ചിന്തയിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കണം. നിങ്ങൾ നോക്കൂ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ശത്രുവിനെ കീഴ്പ്പെടുത്തിയിട്ട്
സമരത്തിനിടയിൽ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി നോക്കുമ്പോൾ ശത്രു അവസാനത്തെ അസ്ത്രം എന്ന അർത്ഥത്തിൽ ദേഷ്യം തീർക്കാൻ ഒന്ന് തുപ്പി അലി റളിയല്ലാഹുവിൻ്റെ ഉയർത്തി വെച്ചിരിക്കുന്ന വാള് മടക്കി വെച്ചു. കാരണം ഇതെന്നെ തുപ്പിയത് കൊണ്ടുള്ള വ്യക്തിവിരോധത്തിൽ ഇയാളോട് പോരാടുന്നത് ഇഖ്ലാസിനെതിരാണ്, അതുകൊണ്ട് കളി നിർത്തിയേക്കാം. കണ്ടോ, സ്റ്റോപ്പ്, ഇനി ഞാനില്ല. നിങ്ങൾ കണ്ടോ, അനങ്ങുന്നത്, ഇരിക്കുന്നത്, നോക്കുന്നത് എല്ലാം ലില്ലാഹി അള്ളാഹുവിന് വേണ്ടി. ആ ബോധ്യത്തിലേക്ക് നമ്മൾ വരണം.